ഓങ്കാരബീജാക്ഷരീ മോക്ഷദ്വാരകപാട പാടനഗരീ കാശീപുരാധീശ്വരേ ഭിക്ഷാം ദേഹി കൃപാവലംബനഗരീ ഭിക്ഷാം ദേഹി ഭിക്ഷാം ദേഹി കൃപാവലംബനഗരി മാതാ അന്നപൂർണേശ്വരി അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി. ശ്രീമദ് മഹാഭാഗവതത്തിൽ ദശമസ്കന്ധത്തിലെ ഗുരുദക്ഷിണ എന്ന ഭാഗം പാരായണം ആരംഭിക്കുന്നു. ദക്ഷരാം രാമകൃഷ്ണന്മാരതു നേരം ദക്ഷിണ ചെയ്വതിനെന്തെന്നു ചൊൽകുന്നാർ എന്നതു കേട്ടു പറഞ്ഞിരു ഭൂസുരൻ തന്നുടെ പത്നിയോടും നിരൂപിച്ചവൻ. ദിവ്യപുമാന്മാരിവരൻ ഉറച്ചിട്ടു ദിവ്യനാം സാന്ദീപനി പറഞ്ഞീന. മുന്നം പ്രഭാസതീർത്ഥത്തിൽ കുളിക്കുമ്പോൾ എന്നോട് നന്ദനൻ തന്നെ ഞാൻ കണ്ടീല. ഇന്നിഹ കൊണ്ടെന്നു തന്നിതെന്നാകിലോ ഇന്നിതിന്മീതേ മറ്റില്ലൊരാഗ്രഹം. മുന്നം പ്രഭാസതീർത്ഥത്തിൽ കുളിക്കുമ്പോൾ എന്നോട് നന്ദനൻ തന്നെ ഞാൻ കണ്ടീല. ഇന്നിഹ കൊണ്ടുവന്നു തന്നിതെന്നാകിലോ ഇന്ന് ഇതിന്മീതേ മറ്റില്ല ഇങ്ങൊരാഗ്രഹം. അങ്ങനെ തന്നെ എന്നാശു മുകുന്ദനും തന്നുടെ ജ്യേഷ്ഠനുമായി രഥമേറിപ്പോയി ചെന്ന് സമുദ്രതീരെ നിന്നതു കണ്ടു. വന്നു വരുണൻ നമസ്കരിച്ചിടിനാൻ. അപ്പോൾ മുകുന്ദൻ അരുൾ ചെയ്തിത്തരം അപ്പതേ മൽ ഗുരുപുത്രനെ വൈകാതെ തന്നിട വേണം. അപ്പതേ മൽ ഗുരുപുത്രനെ വൈകാതെ തന്നിട വേണം എന്നങ്ങൾ കേട്ടപ്പോൾ നിന്ന വരുണൻ പറഞ്ഞിതു തദ്വൃത്തം. മൽജലം തന്നിൽ വസിക്കുന്നു നിത്യവും നിർജ്ജരവൈരിയാം പഞ്ചജലൻ. അവൻ വഞ്ചിച്ചിതു ഭവദ്ദേശികൻ തന്നെയും അഞ്ചാതെ പുത്രനെ കട്ടതവനല്ലോ. മജ്ജലം തന്നിൽ വസിക്കുന്നു നിത്യവും നിർജ്ജരവൈരിയാം പഞ്ചജനൻ. അവൻ വഞ്ചിച്ചിരു ഭവദ്ദേശികൻ തന്നെയും അഞ്ചാതെ പുത്രനെ കട്ടത് അവനല്ലോ. മായാവി ശംഖരൂപം കൊണ്ടിരിക്കുന്നു മായാവതേ. മായാവതേ പരമാർത്ഥങ്ങളിത്തരം എന്നതു കേട്ടുടനംഭസിച്ചെന്നുടൻ കൊന്നിതു ശംഖനെ കൃഷ്ണൻ. അതുനേരം
ശംഖത്തിനുള്ളിൽ ഗുരുസുതം കണ്ടീല. ശംഖുമെടുത്തു പോന്നേടിനാൻ കേശവൻ. പഞ്ചജനദേഹ സംഭവ ശങ്കിഹ പാഞ്ചജന്യമതാമെന്നു ചൊല്ലുന്നിത്. പഞ്ചജനദേഹ സംഭവ ശങ്കിഹ പാഞ്ചജന്യമതാം എന്നു ചൊല്ലുന്നിതു. പാഞ്ചജന്യം വിളിച്ചങ്ങനെ ശ്രീകൃഷ്ണനും അഞ്ചിതരാമനുമായി രഥത്തൂടെ പോയി കാലപുരം ബുക്ക നേരത്തു നാരകേ കാലാജ്ഞയാകിളന്നേടും ജനത്തിനും കാലം സുഖമായി വന്നിതു കാണുകയാൽ. കാലഭൃത്യന്മാർ ഭ്രമിച്ചിതതു നേരം. കാലസ്വരൂപൻ നരകാരിതൻ ഉടലീലകൾ ചിന്തിപ്പവർക്ക് ഇല്ല സങ്കടം. ഹരേ കൃഷ്ണ. കാലസ്വരൂപൻ നരകാരിതൻ ഉടലീലകൾ ചിന്തിപ്പവർക്ക് ഇല്ല സങ്കടം. ഘോരമാം ശംഖധ്വനി പൂരഘോഷേണ ഘോരയമപുരി കീഴ്മേൽ മറിച്ചിതു. കാലനും വന്നു നമസ്കരിച്ചിട്ടുടൻ ചാലവേ മാനിച്ചു പൂജിച്ചു നിന്നപ്പോൾ കാരുണ്യമൂർത്തി കൃഷ്ണ. ആ കാരുണ്യമൂർത്തി മുകുന്ദൻ അരുൾ ചെയ്തു.